ഹലോ ഹലോ, ഇങ്ങനെ സ്റ്റൈലായി നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് നമ്മുടെ പണി എന്താ? എണ്ണ തേപ്പിക്കുക, കുളിപ്പിക്കുക, പല്ല് തേപ്പിക്കുക, പിന്നെ നഖം വെട്ടുക, ഹെയർ ക്ലീനിങ്. ഓക്കെ, അപ്പോൾ ഫുൾ ഗ്രൂമിംഗ് ലിയോ ലാവി. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ന് അടിമകൾ. നമ്മളും ചെയ്യണം ഈ പറഞ്ഞ. അതെ, നമ്മളും ചെയ്യണം. അപ്പൊ മുതലാളിമാരെവിടെ? രാജയോഗം. ഒരാൾ ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ് ഗൈസ്, ചൊറിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ഈ ചൊറിച്ചിലൊക്കെ മാറ്റും ഗൈസ്. അപ്പം വീഡിയോയിലോട്ട് പോകാം. ധാര തുടങ്ങാൻ സമയമായി. സോ ഫ്ലമാറ്റിക് പ്രോ നീം ഓയിൽ വെച്ച് നമ്മൾ ധാര ആരംഭിക്കുകയാണ്. എണ്ണക്കുട്ടികൾ രണ്ടുപേരും റെഡിയാണ്. ഫുൾ ബോഡിയിൽ എണ്ണ തേച്ച് ഇങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എണ്ണ തേച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ ചെവി ക്ലീൻ ചെയ്യാനാണ് പോയത്. ട്രോപ്പി ക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇയർ ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെവി ക്ലീൻ ചെയ്ത് കൊടുക്കാറുള്ളത്. കുറേ തോണ്ടി നോക്കി, പക്ഷേ ലാവിൻ്റെ ചെവിയിൽ നിന്ന് നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. വളരെ നീറ്റായിട്ടുള്ള ചെവിയായിരുന്നു ലാവിയുടേത്. പിന്നെ നിങ്ങൾക്ക് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബഡ്സ് യൂസ് ചെയ്തിട്ട് ചെവി ക്ലീൻ ചെയ്യാൻ പാടില്ല. കോട്ടൺ പാഡ് തന്നെ യൂസ് ചെയ്യണം. പിന്നെ നെയിൽ കട്ടിങ്ങിലോട്ട് ഞങ്ങൾ കിടന്നു. നെയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഓവറായിട്ട് കട്ട് ചെയ്യരുത്. സ്കിന്നും കൂടി അറ്റാച്ച്ഡ് ആയതുകൊണ്ട് മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നെക്സ്റ്റ് പരിപാടി പല്ല് തേപ്പിക്കലാണ്. ലിയോനെ പല്ല് തേപ്പിക്കാൻ വളരെ ഈസിയാണ്. അവൻ ഇങ്ങനെ നിന്ന് തരും. പക്ഷേ ലാവി അങ്ങനെയല്ല, കുറച്ച് പിടിവാശി കാണിക്കും. അങ്ങനെ ഒടുവിൽ നമ്മൾ ലാവിയുടെ പല്ലും തേപ്പിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു അടിപൊളി കുളിയും കൂടി പാസ്സായപ്പോഴത്തേക്കും എല്ലാം ശുഭം. അയ്യോ, ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ? അയ്യോ, അപ്പോൾ അവരെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അവർ മൃഷ്ടാന ഭോജനത്തിലാണ്. ഇനി ഞങ്ങൾ പോയിട്ട് ഒന്ന് വൃത്തിയായിട്ട് വരട്ടെ കേട്ടോ. അപ്പം ബൈ.